Good afternoon all, welcome to Magnum Academy. ഇംഗ്ലീഷിലെ തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ 2 സെക്ഷൻസ് ഉണ്ട്. നമുക്കിന്ന് അതിൽ ഫസ്റ്റ് സെക്ഷൻ നോക്കാം. തിമാക്ക ആൻഡ് ഹർ ഹസ്ബൻഡ് ബിക്കാലു ചിക്കയ്യ, എ ചൈൽഡ്ലെസ് കപ്പിൾ ഓഫ് ഹുളിക്കൽ വില്ലേജ് ഇൻ കർണാടക, ഡിസൈഡഡ് ടു അഡോപ്റ്റ് ചിൽഡ്രൻ. അപ്പം ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? തിമാക്ക ആൻഡ് ഹർ ഹസ്ബൻഡ് ബിക്കാലു ചിക്കയ്യ. അപ്പം തിമാക്കയും ബിക്കാലു ചിക്കയ്യും ആണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഇവർ താമസിക്കുന്നത് കർണാടകയിലെ ഒരു ഹുളിക്കൽ വില്ലേജിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ, അവർക്ക് കുട്ടികളില്ലാത്ത കപ്പിളാണ്, അതുകൊണ്ട് തന്നെ അവർ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാൻ, അതായത് ദത്തെടുക്കാൻ അവർ തീരുമാനിച്ചു. ബട്ട് ദ ചിൽഡ്രൻ ദേ ചൂസ് ടു റിയർ എന്ന് വെച്ചാൽ വളർത്തൽ. അപ്പോൾ അവർ വളർത്താൻ തീരുമാനിച്ച കുട്ടികൾ എന്താണ്? 284 ബനിയൻ ട്രീസ് ആയിരുന്നു അവർ തീരുമാനിച്ചത്. എലോങ് എ 3 കിലോമീറ്റർ സ്ട്രെച്ച്, അതായത് ഏകദേശം 3 കിലോമീറ്ററോളം ദൂരത്തോളം ഈ 284 ബനിയൻ ട്രീസ് അവർ നടാൻ തീരുമാനിച്ചു. അപ്പോൾ അന്ന് ആ 3 കിലോമീറ്റർ 284 ബനിയൻ ട്രീസ് നട്ടത് ഇന്ന് കർണാടകയിലെ നാഷണൽ ഹൈവേ 48 ആയി മാറി, അതായത് NH 48 ആയിട്ട് അത് മാറി. ദ ട്രീസ് ഫിൽഡ് അപ്പ് എ വോയിഡ് ഇൻ ദ ലൈഫ്സ്. അപ്പം മക്കളില്ലാത്ത ആ ഒരു വിഷമം, ആ ഒരു ശൂന്യത ഈ മരങ്ങളത് നിറച്ചു കൊടുത്തു, അതായത് ആ ശൂന്യത അവരുടെ ജീവിതത്തിൽ നിന്ന് മാറി. ആൻഡ് ജസ്റ്റ് റീസെൻ്റ്ലി തിമാക്ക റിസീവ്ഡ് ദ നാഷണൽ സിറ്റിസൺസ് അവാർഡ് ഫ്രം ദ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ തിമാക്കക്ക് 2019 നാഷണൽ സിറ്റിസൺസ് അവാർഡ് എന്തിന്? ഫോർ സോഷ്യൽ ഫോറസ്ട്രിക്ക് അവർക്ക് പ്രൈം മിനിസ്റ്റർ അടുത്ത് നിന്ന് അവാർഡ് കിട്ടി. In the 1950s, it was Timaka who tired of her husband's jibes directed at her childlessness hit upon the plan. അപ്പോൾ തിമാക്കയുടെ അയൽവക്കക്കാർക്ക് ഇങ്ങനെ മക്കളില്ലാത്ത ഇതിൽ അപ്പോൾ ഈ തിമാക്കയും ഹസ്ബൻഡിനെയും വല്ലാതെ തന്നെ ഇങ്ങനെ ആക്ഷേപിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ആക്ഷേപം ഇങ്ങനെ ആക്ഷേപിച്ചത് കൊണ്ടാണ് തിമാക്ക അതുപോലെ അവരുടെ ഭർത്താവും ഇങ്ങനെ കുട്ടികളെ, അതായത് ഈ ബനിയൻ ട്രീസിനെ വളർത്താൻ തീരുമാനിച്ചത്. വൈ നോട്ട് പ്ലാന്റ് ബനിയൻ ട്രീസ് ആൻഡ് റിയർ ദം ലൈക്ക് അവർ ചിൽഡ്രൻ. അപ്പോൾ അവർ തീരുമാനിച്ചു, എന്തുകൊണ്ട് നമുക്ക് കുറച്ച് ബനിയൻ ട്രീസ് നട്ടുകൊണ്ട് അവരെ നമ്മൾ സ്വന്തം കുട്ടികളെ പോലെ കെയർ ചെയ്തുകൂടാ, അല്ലെങ്കിൽ പരിപാലിച്ചുകൂടാ. ഷി തോട്ട്. സോ ദ ലോൺലി കപ്പിൾ ഡിസൈഡഡ് ടു പ്ലാന്റ് ട്രീസ്. അപ്പോൾ അങ്ങനെ അവർ എന്തുകൊണ്ട് ബനിയൻ ട്രീസ് നട്ടുകൂടാന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ അവർ ബനിയൻ ട്രീസ് നട്ടു. തിമാക്കാസ് ഹസ്ബൻഡ് വാസ് എ ഡിസേബിൾഡ് പേഴ്സൺ. അപ്പോൾ തിമാക്കയുടെ ഹസ്ബൻഡായിട്ടുള്ള ബിക്കാലു ചിക്കയ്യ ശരിക്കും എന്തൊരു അംഗഭംഗമുള്ളൊരു ആളായിരുന്നു. ഹെൻസ് ഷീ ഹാഡ് ടു വർക്ക് ആസ് എ ലേബറർ എവറി ഡേ ആൻഡ് ഡിഡ് നോട്ട് ഹാവ് ദ ടൈം ഫോർ മച്ച് എൽസ്. അപ്പം ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ തിമാക്ക തന്നെ പുറത്തു പോയിട്ടും ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യേണ്ട അവസ്ഥയുണ്ടായിരുന്നു. But firm is their resolve, they took great pains to dig pits on either side of the road. അപ്പം എന്ത് കഷ്ടപ്പാടാണെങ്കിലും ഇവർ ഉറച്ച തീരുമാനമായതുകൊണ്ട് തന്നെ അവർ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും റോഡിൻ്റെ 2 സൈഡിലും വലിയ വലിയ കുഴികൾ, പിറ്റ്സ് എന്ന് വെച്ചാൽ കുഴികൾ അവരുണ്ടാക്കി, കുഴിച്ചു. Their next task was to choose suitable banyan saplings. അപ്പം ചെറിയ ബനിയൻ തൈകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ അടുത്ത ടാസ്ക്. അപ്പോൾ കുഴി ഉണ്ടാക്കി. അപ്പോൾ അടുത്ത ടാസ്ക് എന്താണ്? ചെറിയ നല്ല ബനിയൻ സാപ്ലിങ്സ് എന്ന് വെച്ചാൽ തൈകൾ കണ്ടെത്തുക എന്നുള്ളത്. ദേ ഫൈനലി പ്ലാന്റഡ് 300 സാപ്ലിങ്സ് ആൻഡ് പുട്ട് അപ്പ് ത്രോണി ബുഷസ് അറൗണ്ട് ടു എൻഷുർ ദാറ്റ് ദ കാറ്റിൽ ഡിഡ് നോട്ട് ഈറ്റ് അപ്പ് ദ ടെൻഡർ ട്രീസ്. അപ്പോൾ അവരങ്ങനെ നല്ല സാപ്ലിങ്സ് ഒക്കെ കണ്ടെത്തി. എന്നിട്ട് അവർ 300 സാപ്ലിങ്സ് അവർ നട്ടു. അപ്പോൾ അതിന് ചുറ്റും തോണി ബുഷസ്, തോണി എന്ന് വെച്ചാൽ മുള്ളുള്ള, അപ്പം മുള്ളുള്ള കുറച്ച് മുള്ളു ചെടികളൊക്കെ അതിന് ചുറ്റും ഇട്ടു. എന്തിനായിരുന്നു? ടു എൻഷുർ ദാറ്റ് ദ കാറ്റിൽ ഡിഡ് നോട്ട് ഈറ്റ് അപ്പ് ദ ടെൻഡർ ട്രീസ്. അപ്പോൾ ഈ സാപ്ലിങ്സ് ഒന്നും കാറ്റിൽസ്, അതായത് കന്നുകാലികളൊന്നും വന്ന് കഴിക്കാതിരിക്കാൻ വേണ്ടി ഇവരതിന് ചുറ്റും മുള്ളു ചെടികളൊക്കെ വെച്ചു. അതായത് അവിടെ മതിലൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ മുള്ളു വെച്ചിട്ടാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിച്ചത്. Timaka brought water in pots from a long distance and poured it at the foot of the saplings every day. അപ്പോൾ ദൂരെ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ കോരി എടുത്തു കൊണ്ടുവന്ന് എന്നും ഈ സാപ്ലിങ്സ്, ഈ ചെടി തൈകൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. ആരാണ് ഒഴിച്ചുകൊണ്ടിരുന്നത്? തിമാക്ക. During the rainy season, she poked at the roots of the trees to make them go deep. As the area was not fenced, she kept a constant vigil and nursed the plants for 10 years. അപ്പം മഴക്കാലത്തൊക്കെ ഈ തിമാക്ക എന്താ ചെയ്യുന്നത് വെച്ചാൽ
ഈ മരത്തിൻ്റെ റൂട്ട്സ് വേരൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കും. അത് അങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് പോവുകയൊക്കെ ചെയ്യുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ആസ് ഏരിയ വാസ് നോട്ട് ഫെൻസ്ഡ് എന്ന് വെച്ചാൽ വേലി. അപ്പോൾ അങ്ങനെ ഈ വേലിയൊന്നും കെട്ടാത്തത് കൊണ്ട് തന്നെ കോൺസ്റ്റൻറ്റ് വിജിൽ ആൻഡ് നേഴ്സ് ദ പ്ലാന്റ്സ് ഫോർ 10 years. അപ്പോൾ ഇത് വേലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ തിമാക്ക ഒരു ഭയങ്കര ഈ ജാഗ്രതയോടെയൊക്കെയാണ് ഈ പ്ലാന്റ്സൊക്കെ നട്ട് വളർത്തിയതും. പിന്നെ ഏകദേശം 10 വർഷത്തോളം ഈ പ്ലാന്റ്സിനെ വെള്ളമൊഴിച്ചും പരിപാലിച്ചുകൊണ്ടും നിന്നു. അതായത് 10 വർഷത്തോളം തിമാക്ക ഈ പ്ലാന്റ്സിനെ സ്വന്തം മക്കളെ പോലെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തും അങ്ങനെ പരിപാലിച്ചൊക്കെ ഉണ്ടാണ് എന്നെ വളർത്തിയത്. ഇറ്റ് വാസ് ടൈം സ്പെൻഡ് വെൽ ആസ് ഇറ്റ് ഗേവ് ഹർ ഫുൾഫിൽമെൻറ്റ് ആൻഡ് പ്രൈഡ്. അപ്പം നല്ല രീതിയിലായിരുന്നു ആ ഒരു സമയമൊക്കെ കടന്നു പോയതും. അത് മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ തിമാക്കൾക്ക് ഒരു ആത്മസംതൃപ്തിയും ഒരു അഭിമാനവും ഒക്കെ തോന്നിയിരുന്നു. ഈവൻ ആസ് ദ കപ്പിൾ നഴ്സ്ഡ് സാപ്ലിങ്സ് ഷീ വാസ് വർക്കിംഗ് ഇൻ എ ക്വാറി ഫോർ ദ ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസ്. അപ്പോൾ ഇത് പറയുന്നത് എന്താ വെച്ചാൽ തിമാക്ക ക്വാറിയിൽ, നമ്മൾ ഇവിടെ നാട്ടുമ്പുറത്തൊക്കെ കോറ എന്ന് പറയുന്നില്ലേ, ആ ഒരു ക്വാറിയിൽ വർക്ക് ചെയ്തിരുന്നു, ജോലി ചെയ്തിരുന്നു. കാരണം എന്താണ്, ഇങ്ങനെ ഈ ചെടിയൊക്കെ നട്ടത് കൊണ്ട് ഇവർക്ക് പൈസയൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം ഇവർക്ക് എന്ന് ഡെയിലി ആയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ ഇവർക്ക് പൈസ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിമാക്ക ക്വാറിയിൽ ജോലി ചെയ്തിരുന്നു. ഇഫ് ഷീ കുഡ് നോട്ട് ഗോ ടു ദ ക്വാറി ദേ വുഡ് ഹാവ് നത്തിങ് ടു ഈറ്റ് ദാറ്റ്. അപ്പോൾ തിമാക്ക ക്വാറിയിൽ പോയില്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാനൊന്നും ഒന്നും ഉണ്ടാവില്ല. ട്രൂ ഹർ വർക്ക് വാസ് ബാക്ക് ബ്രേക്കിംഗ് ബട്ട് ഷീ കുഡ് നോട്ട് നെഗ്ലക്ട് ദ ട്രീസ് ഐദർ. അപ്പോൾ ഭയങ്കര പുറംവേദനയും അങ്ങനെയൊക്കെ എടുക്കുന്ന ജോലിയാണ്, കഷ്ടപ്പാടൊക്കെ ഉള്ള ജോലിയാണെങ്കിലും ഒരിക്കലും തന്നെ ഈ നട്ട ചെടികളെ ഒന്നും അവൾ അവഗണിച്ചില്ല. ഇത്രയും തിരക്കാണെങ്കിൽ പോലും, അതായത് കഷ്ടപ്പാടാണെങ്കിൽ പോലും ആ ചെടികളെ സ്വന്തം മക്കളെ പോലെ തന്നെ പരിപാലിച്ചുകൊണ്ടേയിരുന്നു. She would go to the Kudu road and attend to the saplings before the break of dawn. അപ്പം പുലരുന്നതിന് മുന്നേ തന്നെ എന്നും ആ ചെടികളെ കാണാൻ പോകും, ആ ചെടികളോട് ഇങ്ങനെ കെയർ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. എത്ര രാത്രി ആണെങ്കിലും പോയിട്ട് എന്നും അത് ചെയ്തിരുന്നു ആ ദിവസം. അപ്പോൾ അത് ക്ലിയർ അല്ലേ? അതായത് എത്ര ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും എന്നും ചെടികളെ പരിപാലിച്ചുകൊണ്ടേയിരുന്നു. And the trees, like children who lived in an atmosphere of love and caring, responded to her call and grew up. അപ്പം ഈ മരങ്ങളും എന്നും ഇങ്ങനെ ഒരു കുട്ടികളെ പോലെ തന്നെ ഇങ്ങനെ ലവും കെയറൊക്കെ കിട്ടിയ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ വളർന്നുകൊണ്ട് തന്നെ എന്നും ഈ തിമാക്കയുമായിട്ടൊരു എന്താണ് സംസാരിച്ചുകൊണ്ടും വളർന്നുകൊണ്ട് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവർക്കിടയിലുണ്ട്. അത്രയും ഒരു ആത്മബന്ധമായിരുന്നു ആ ചെടികളും ഈ തിമാക്കയും തമ്മിലുണ്ടായിരുന്നത്. Now, in the prime of their lives, the 284 that took root provide a green canopy for 3 kilometers, nest for birds and prevent soil erosion. അപ്പം ഇപ്പോൾ ഏകദേശം 284 മരങ്ങളോളം ഉണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് ശരിക്കും ഒരു നല്ലൊരു ഗ്രീൻ സീനറി ഒക്കെ കൊടുത്ത് ഏകദേശം 3 കിലോമീറ്ററോളം ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സീനറിയാണ് അവിടെ കാണാനുള്ളതും. അതുപോലെ തന്നെ അത് കുറേ പക്ഷികൾക്ക് കൂടുണ്ടാക്കാനും അതുപോലെ തന്നെ ഈ സോയിൽ ഇറോഷൻ, അതായത് മണ്ണൊലിപ്പ് തടയാനും ഒക്കെ ഈ മരങ്ങൾ, ഈ തിമാക്ക നട്ട ആ മരങ്ങൾ സഹായിക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ ഓൾസോ വർത്ത് ആൻ എസ്റ്റിമേറ്റഡ് ₹85 crore. 85 കോടിയോളം പൈസ വരും. അപ്പോൾ ഇത് ക്ലിയർ അല്ലേ ആ ഭാഗം? അപ്പോൾ നമുക്കിനി ഇൻഡെക്സ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ചൂസ് ആൻഡ് ടിക്ക് ദ കറക്റ്റ് ആൻസർ. അപ്പം ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ചോയ്സസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യന് കണക്കായിട്ടുള്ള ഉത്തരം നമ്മൾ ടിക്ക് ചെയ്യുക. ഡിഡ് ദ കപ്പിൾ ലുക്ക് ആഫ്റ്റർ ദ സാപ്ലിങ്സ് ബിക്കോസ്. അപ്പം എന്തുകൊണ്ടാണ് കപ്പിൾ ഈ ചെടികളെയൊക്കെ നോക്കിയത്? അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ദേ ഏൺഡ് മണി ഫ്രം ഇറ്റ് ആണോ? അല്ല, അവർ അതിനെ കൊണ്ട് പൈസ ഒരിക്കലും നേടിയിരുന്നില്ല. ഇറ്റ് ഗേവ് ദം ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. ഇറ്റ് വുഡ് ഗെറ്റ് ദം ആൻ അവാർഡ്. അപ്പോൾ അവർ അവാർഡ് പ്രതീക്ഷിച്ചിട്ടും അല്ല, അല്ലെങ്കിൽ അതിന് പൈസ കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടും അല്ല അവർ ചെടികൾ നട്ടത്. പകരം ഇറ്റ് ഗേവ് ദം ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, അല്ലേ? മക്കളൊന്നും ഇല്ലാത്ത ആ ഒരു വിഷമത്തിൽ നിന്ന് സന്തോഷം കിട്ടാനും ഒരു സംതൃപ്തി കിട്ടാനും വേണ്ടിയിട്ടായിരുന്നു അവർ ചെടി അല്ലെങ്കിൽ ഈ മരങ്ങൾ നട്ടത്. അപ്പം ഓപ്ഷൻ 2 ആണ് അതിൻ്റെ ആൻസർ. ദ ട്രീസ് പ്രൊവൈഡഡ്, ഒന്നാമത്തെ ഓപ്ഷൻ, എംപ്ലോയ്മെൻറ്റ് ടു സം പീപ്പിൾ, ഫുഡ് ഫോർ ദി ആനിമൽസ്, ഷെയ്ഡ് അലോങ് 3 kilometer സ്ട്രെച്ച് ഓഫ് റോഡ്. എന്തായിരുന്നു? ആൾക്കാർക്ക് ജോലി കൊടുത്തിരുന്നോ ഈ മരങ്ങൾ? ഇല്ല. അല്ലെങ്കിൽ ആനിമൽസിന് ഫുഡ് കൊടുത്തോ? ഇല്ല. പകരം കൂടൊക്കെയാണ് കൊടുത്തത്, അല്ലേ? പിന്നെ അതുപോലെ ഷെയ്ഡ് അലോങ് ദ 3 kilometer സ്ട്രെച്ച് ഓഫ് റോഡ്, അതല്ലേ ആൻസർ? നേരത്തെ പറഞ്ഞ ഏകദേശം 3 കിലോമീറ്ററുള്ള ഒരു ബെസ്റ്റ് സീനറി ആയിരുന്നു ഇത് കൊടുത്തിരുന്നത്. അപ്പോൾ ഓപ്ഷൻ 3. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് ഇൻഫോർമേഷൻ ഫ്രം ദ ബോക്സ് ആൻഡ് റൈറ്റ് ഇൻ ദ ബ്ലാങ്ക്സ്.
അപ്പോൾ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1950s, 3 കിലോമീറ്റർ, 10, 300, 284, 85 ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ അത് ഫിൽ ചെയ്യണം. ട്രീസ് were planted along a dash stretch of road. എത്രയായിരുന്നു? 3 കിലോമീറ്റർ സ്ട്രെച്ച് ഓഫ് റോഡ് അല്ലേ. രണ്ടാമത്തത് ദ ട്രീസ് were planted in the dash. അപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിമാക്കനെ ഏത് സമയത്തായിരുന്നു ആ നെയ്ബേഴ്സൊക്കെ കളിയാക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്തായിരുന്നല്ലോ തിമാക്ക ചെടി നടാൻ തീരുമാനിച്ചത്. അപ്പം 1950s അല്ലേ. ദെൻ തിമാക്ക പ്ലാന്റഡ് ഡാഷ് സാപ്ലിങ്സ്. എത്ര സാപ്ലിങ്സ് ആയിരുന്നു തിമാക്ക നട്ടിരുന്നത്? 300 സാപ്ലിങ്സ് ആയിരുന്നു. ദേ ലുക്ക്ഡ് ആഫ്റ്റർ ദ ട്രീസ് ഫോർ ഡാഷ് ഇയേഴ്സ്. എത്ര കൊല്ലത്തോളം അവർ ഈ മരങ്ങളെ പരിപാലിച്ചത്? ഏകദേശം 10 വർഷത്തോളം അല്ലേ. അത് ഓപ്ഷൻ ഉണ്ട് 10. ഡാഷ് ട്രീസ് ഗ്രൂ അലോങ് ദ നാഷണൽ ഹൈവേ. അപ്പം 300-ൽ 284 ട്രീസ് ആയിരുന്നു ഏകദേശം നാഷണൽ ഹൈവേയിൽ വളർന്നിരുന്നത്. ദ അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഓഫ് ദ ട്രീസ് ആർ ഡാഷ് ക്രോസ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നത് ഏകദേശം 85 ക്രോസോളം വില മരങ്ങൾക്ക് ഇന്നുണ്ട്. അപ്പോൾ അത് ക്ലിയർ അല്ലേ? ഒന്നാമത്തേത് 3 കിലോമീറ്റർ, രണ്ടാമത്തെ ദ ട്രീസ് were planted in 1950s. Then Timaka planted 300 saplings. They looked after the trees for 10 years. Then 284 trees grew along the national highway. The approximate cost of the trees are 85 crores. 85 crores. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, വൈ ഡിഡ് തിമാക്ക റിസീവ് ദ നാഷണൽ സിറ്റിസൺസ് അവാർഡ്? തിമാക്കക്ക് എന്തുകൊണ്ടാണ് ഈ നാഷണൽ സിറ്റിസൺസ് അവാർഡ് കിട്ടിയിരുന്നത്? ഫോർ പ്ലാന്റിങ് 284 ബനിയൻ ട്രീസ് അലോങ് എ 3 കിലോമീറ്റർ സ്ട്രെച്ച് ഓഫ് നാഷണൽ ഹൈവേ അല്ലേ. നാഷണൽ ഹൈവേൻ്റെ അവിടെ ഏകദേശം 3 കിലോമീറ്റർ ദൂരത്തോളം 284 ബനിയൻ ട്രീസ് നട്ടത് കൊണ്ടാണ് തിമാക്കക്ക് നാഷണൽ അവാർഡ് കിട്ടിയത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് മെയ്ഡ് തിമാക്ക ആൻഡ് ഹെർ ഹസ്ബൻഡ് ഡിസൈഡ് ടു പ്ലാന്റ് ബനിയൻ ട്രീസ് അലോങ് ദ ഹൈവേ? എന്തുകൊണ്ടായിരുന്നു? ദേ ഡിഡൻറ്റ് ഹാവ് ചിൽഡ്രൻ, സോ ദേ ഡിസൈഡഡ് ടു അഡോപ്റ്റ് ട്രീസ് ആസ് എ ചിൽഡ്രൻ. അപ്പോൾ അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അവരിങ്ങനെ ചെടികൾ നട്ട് ആ കുട്ടികളില്ലാത്ത ആ ഒരു ശൂന്യത മാറ്റാൻ തീരുമാനിച്ചത്. ഇനി വാട്ട് ഡിഡ് തിമാക്ക ഡു ടു എൻഷുർ ദ സേഫ്റ്റി ഓഫ് ദ പ്ലാന്റ്സ്? അപ്പം ഈ മരങ്ങൾക്കൊന്നും അല്ലെങ്കിൽ ചെടികൾക്കൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഈ ചെടികളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തിമാക്ക എന്തായിരുന്നു ചെയ്തത്? മുള്ളുള്ള ചെടികൾ, കുഞ്ഞു ചെടികളൊക്കെ ചുറ്റുവെക്കുക ചെയ്തത് അല്ലേ. ഷീ പുട്ട് തോണി ബുഷസ്. അതാണ് അതിൻ്റെ ആൻസർ. അപ്പം അത്രയും ക്ലിയർ അല്ലേ? ഇനി നാലാമത്തത്, കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. എ, ടു ടേക്ക് ഗുഡ് കെയർ ഓഫ് ദ സാപ്ലിങ്സ് ആഫ്റ്റർ എൻഷുറിങ് ദ സേഫ്റ്റി തിമാക്ക ഹാഡ് ടു. അവിടെ 3 ഫില്ല് ചെയ്യാനുണ്ട്. അപ്പം സാപ്ലിങ്സിന് ബെറ്റർ സേഫ്റ്റി ചെയ്യാൻ വേണ്ടിയിട്ട് തിമാക്ക എന്തൊക്കെയായിരുന്നു ചെയ്തത്? സേഫ്റ്റി എൻഷുർ ചെയ്തതിന് ശേഷം, അതായത് സേഫ്റ്റി ഉറപ്പാക്കിയതിന് ശേഷം തിമാക്ക എന്താണ് ഈ ചെടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് ചെയ്തത്? ഒന്നാമത്തത്, ബ്രിങ് പോട്ട്സ് ഓഫ് വാട്ടർ ഫ്രം എ ലോങ് ഡിസ്റ്റൻസ് അല്ലേ. വളരെ ദൂരത്ത് നിന്ന് ഒരു കുടത്തിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ചെടികൾക്ക് ഒഴിച്ചിരുന്നു. അതുപോലെ പോക്ഡ് അറ്റ് ദ റൂട്ട്സ് ഡ്യൂറിങ് ദ റെയിനി സീസൺ. അപ്പം ആ വേരുകളൊക്കെ ഇങ്ങനെ മഴക്കാലത്ത് ഇങ്ങനെ ഇളക്കി കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? കുറച്ചും കൂടി ഡീപ്പായിട്ട് അത് വേര് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കീപ് കോൺസ്റ്റൻറ്റ് വിജിൽ നഴ്സ്ഡ് ദം ഫോർ 10 years അല്ലേ. ഭയങ്കരമായിട്ട് സൂക്ഷ്മമായിട്ട് ഇങ്ങനെ ചുറ്റുള്ളതൊക്കെ ഇങ്ങനെ ഇതാക്കുകയും ചെയ്തിരുന്നു. അതുപോലെ ഏകദേശം 10 വർഷത്തോളം ഈ ചെടികളെ പരിപാലിക്കുകയും ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ അത് ക്ലിയർ അല്ലേ. ഇനി അടുത്തത്, തിമാക്കാസ് ബനിയൻ ട്രീസ് ഹാവ് ബെനിഫിറ്റഡ് ദ എൻവയൺമെൻറ്റ് ബൈ. അപ്പം ഈ ബനിയൻ ട്രീ കൊണ്ടുള്ള തിമാക്കാൻ്റെ ഈ ബനിയൻ ട്രീസ് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് പ്രകൃതിക്ക് ഉണ്ടായത്? എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, പ്രൊവൈഡിങ് നെസ്റ്റ് ഫോർ ബേർഡ്സ് അല്ലേ. കുറേ പക്ഷികൾക്ക് കൂടുണ്ടാക്കാനുള്ളൊരു സ്ഥലം കിട്ടുകയും ചെയ്തു. അതുപോലെ പ്രിവെൻറ്റിങ് സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ് കുറക്കാനൊക്കെ ഈ ചെടി സഹായിച്ചു, ഈ മരങ്ങൾ സഹായിക്കുന്നു. അതുപോലെ പ്രൊവൈഡിങ് എ ഗ്രീൻ കനോപ്പി ഫോർ 3 കിലോമീറ്റർ. ഏകദേശം പച്ച കനോപ്പി എന്ന് വെച്ചാൽ ഒരു കവർ പോലെ ഇങ്ങനെ ഫുൾ ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ടാക്കാനും ഈ മരങ്ങൾ സഹായിച്ചു. ക്ലിയർ അല്ലേ അത്? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ വേർഡ് ഇൻ ദ പാസേജ് വിച്ച് മീൻസ് എ കവർ. ഇപ്പം ഞാൻ പറഞ്ഞു, അതായത് കവർ, കനോപ്പി എന്നുള്ള വേർഡാണ് കവറിന് മീനിങ് വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ